ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെയും കഴിവുകളുടെയും ഒരു കുതിച്ചുചാട്ടമാണ് ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയത്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈന പാകിസ്ഥാൻ ഭീഷണിയെ നേരിടാൻ വേണ്ടി മിസൈൽ സഹായത്തോടെയുള്ള ടോർപിഡോ റിലീസ് സംവിധാനം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിന് DRDO രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്തതാണ് ഈ സംവിധാനം. ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിലെ സുപ്രധാന നാഴികക്കല്ലായി ഒഡീഷ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപിഡോ അഥവാ സ്മാർട്ടിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ഗ്രൗണ്ട് മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഈ സ്മാർട്ട് സിസ്റ്റം വിക്ഷേപിക്കുകയായിരുന്നു. പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടോർപിഡോകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇന്ത്യൻ നാവികസേനയ്ക്ക് മെച്ചപ്പെട്ട പ്രവർത്തനവും വെള്ളത്തിനടിയിലൂടെയുള്ള ഭീഷണികളെ ചെറുക്കുന്നതിനും സാധിക്കുന്നു. സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ദീർഘദൂര മിസൈൽ ക്യാരിയറും ആന്റി സബ്മറൈൻ വാർഫെയർ റോളിനുള്ള പേലോഡായി ഭാരം കുറഞ്ഞ ടോർപിഡോയും കൊണ്ട് നിർമ്മിച്ച ഒരു കാനിസ്റ്ററൈസ്ഡ് ഹൈബ്രിഡ് സിസ്റ്റമാണ് സ്മാർട്ട്. സ്റ്റാൻഡ് ഓഫ് ദൂരത്തിൽ നിന്ന് ടോർപിഡോ വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ദ്രുത പ്രതികരണ സംവിധാനം വികസിപ്പിക്കുക എന്നതായിരുന്നു ഈ സ്മാർട്ടിന്റെ പദ്ധതിയുടെ പിന്നിലെ ലക്ഷ്യം. ഈ മിസൈലിന് 643 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഈ സ്മാർട്ടിൽ വായുവിലൂടെയും കപ്പൽ അധിഷ്ഠിത അന്തർവാഹിനി കണ്ടെത്തുന്നതിനും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ടൂ വേ ഡേറ്റ ലിങ്ക് എന്ന സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഉപരിതല കപ്പലിൽ നിന്നോ ട്രക്ക് അടിസ്ഥാനമാക്കിയുള്ള തീരദേശ ബാറ്ററിയിൽ നിന്നോ ഈ സ്മാർട്ട് വിക്ഷേപിക്കാൻ സാധിക്കും. ഡ്യുവൽ സ്റ്റേജ് സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ മിസൈൽ പ്രവർത്തിക്കുന്നത്. കൂടാതെ ഇതിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ആക്യുവേറ്ററുകളും ഉണ്ട്. ഇൻഫ്ലൈറ്റ് മാർഗനിർദ്ദേശത്തിനായി സ്മാർട്ട് ഒരു ഇനേർഷ്യൻ നാവിഗേഷൻ സിസ്റ്റവും ഉപയോഗിക്കുന്നുണ്ട്. 2020 ഒക്ടോബർ 5 അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് സ്മാർട്ടിന്റെ ആദ്യ വിജയകരമായ പരീക്ഷണം നടത്തിയത്. മിസൈൽ പറക്കുന്നത് പരമാവധി ദൂരവും ഉയരവും, ടോർപിഡോയുടെ പ്രകാശനം, വേഗത കുറയ്ക്കൽ സംവിധാനം, വിന്യാസം എന്നിവ പരിശോധിക്കുന്നതിനുള്ള ഡെമോൺസ്ട്രേഷൻ ടെസ്റ്റിന്റെ ഭാഗമായിരുന്നു അത്. അതിനുശേഷം 2021 ഡിസംബർ 13 ഒഡീഷയിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് സ്മാർട്ടിന്റെ രണ്ടാം പരീക്ഷണവും വിജയകരമായി നടത്തി. ഇലക്ട്രോ ഒപ്റ്റിക് ടെലിമെട്രി സിസ്റ്റം, ഡൗൺ റേഞ്ച് ഇൻസ്ട്രുമെന്റേഷൻ, ഡൗൺ റേഞ്ച് ഷിപ്പുകൾ എന്നിവയുൾപ്പെടെ വിവിധ റേഞ്ച് റഡാറുകൾ വഴി മുഴുവൻ പരീക്ഷണവും നിരീക്ഷിച്ചു. ഇപ്പോൾ നടത്തിയത് മൂന്നാമത്തെ പരീക്ഷണമാണ്. അതായത് 2024 മെയ് 1 ഒഡീഷയിലെ ബാലസോറിലുള്ള ITR-ൽ നിന്ന് ഭാരം കുറഞ്ഞ ടോർപിഡോ യുദ്ധമുഖമായി ഉപയോഗിച്ച് DRDO മൂന്നാമത്തെ സ്മാർട്ട് മിസൈൽ പരീക്ഷണവും വിജയകരമായി നടത്തി. ഈ സിസ്റ്റത്തിന്റെ പേലോഡിൽ അത്യാധുനിക ഭാരം കുറഞ്ഞ ടോർപിഡോയും പാരച്യൂട്ട് അടിസ്ഥാനമാക്കിയുള്ള റിലീസ് മെക്കാനിസവും അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ അധിഷ്ഠിത ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ ഡെലിവറി സംവിധാനമായ സ്മാർട്ട് ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.